Behold the Magic Eye Creations. Subscribe for more content. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ബിഫോർ ദ മാജിക് ഐ ക്രൂഷ്യൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് 1-2 വീഡിയോസ് ഇതിനകത്ത് ചെയ്തിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വെച്ച് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി ഞാൻ പറഞ്ഞുതരാൻ പോകാം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ ഒരു ഇമേജിനെ കുറച്ച് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നമ്മുടെ റെൻഡർ സ്ക്രീൻഷോട്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അല്ല, ഇത് വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റ് myarchitect.com. ഓക്കെ, ഈ ഒരു സൈറ്റിനകത്ത് കയറിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, വെബ്സൈറ്റ് ഓൺ ആക്കുക. അപ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യണം. അതായത് ഇഷ്ടമുള്ള ഇമേജ് എടുക്കുക, ഇമേജ് എടുത്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യുക, അതിനെ ബാക്കിയുള്ള പരിപാടി ചെയ്യുക. അങ്ങനെയാണ് ഇതിനകത്ത് പ്രോസസ്സ്. അപ്പം ഇതിനകത്ത് റെൻഡർ, എഡിറ്റ്, എൻഹാൻസ്, ആനിമേറ്റ്, ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കുക. ഒരുപാട് കാര്യങ്ങൾ നോക്കില്ല, ഇത്രയും കാര്യങ്ങൾ നോക്കുക. നമുക്കിപ്പോൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പൺ ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും ഇന്റർഫേസ്. അപ്പം ആ ഒരു ഇന്റർഫേസിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, റെൻഡർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന് വരും. അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് നമ്മളൊരു ഇമേജ്, എക്സാമ്പിൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് ഒരു സ്ക്രീൻഷോട്ട് അത് റെഡി മാക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് അപ്ലോഡ് അങ്ങോട്ട് കൊടുത്ത് ഇത് ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സെക്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ട് ന്യൂ സെക്ഷൻ, ഇവിടെ ഇങ്ങനെ ചെയ്തത്, റൈറ്റ് സൈഡിൽ ഇന്റീരിയർ, എക്സ്റ്റീരിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഇതിനകത്ത് നോർമലായിട്ടൊരു പ്രോംപ്റ്റ് ഉണ്ട്. അത് ആഡ് ഫോട്ടോ റീൽസും വൈൽ കീപ്പിംഗ് യുവർ കളേഴ്സ് ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് ചൂസ് ബെസ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് ഡിസൈൻ. വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് പ്രോംപ്റ്റ് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിപ്പം അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഇമേജ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു 3D Maxൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെമിനിയിലോട്ട് പോകണം. ജെമിനിയിലോട്ട് പോയിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഏത് ഇമേജിനെ? നമ്മുടെ സ്ക്രീൻഷോട്ടിനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളെ ചോദിക്കണം, ജസ്റ്റ് ഈ ഒരു കാര്യം ചോദിക്കുക, പ്ലീസ് പ്രൊവൈഡ് മീ എ ബ്യൂട്ടിഫുൾ prompt to render this image. ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു പ്രൊമന്റ് ആയോ ജെമിനിയെ എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് ഇത് കൊടുക്കുമ്പോൾ അതാണ്ട് ഇത് ഇത്രയും സാധനമുണ്ട്. ഇതങ്ങോട്ട് കോപ്പി അങ്ങ് ചെയ്യാം. ഒന്ന് വായിച്ചു നിൽക്കേണ്ട, അത് പിന്നെ നമുക്ക് ചെയ്യാം. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വരിക, എന്നിട്ട് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് സീൻ കണ്ടന്റ് ഓപ്ഷനിലാണ്. അത് വേണമെങ്കിൽ ചെയ്യാൻ, നാച്ചുറൽ വേണോ, ബ്രൈറ്റ് ഡേ വേണോ, വാം വൈറ്റ് വേണോ, ഒന്നും ചെയ്യണ്ട. പിന്നെ വേറൊരു കാര്യമുണ്ട്, ട്രാൻസ്ഫർ ദ സ്റ്റൈൽ എസ്തെറ്റിക് റെഫറൻസ് ആസ് ബെസ്റ്റ് ഓൺ ടു ബെസ്റ്റ് സ്കെച്ച് എലിക്കേഷൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് ഓരോ സ്റ്റൈൽ ഇങ്ങനെ വെക്കണം. സാറിന് ആക്ച്വലി നമ്മൾ ഈ ഒരു സാധനത്തിനകത്ത് നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു അതങ്ങ് പോകും. അപ്പം എന്താണോ നമ്മൾ പ്രൊംപ്റ്റ് ചെയ്ത് ജെമിനി നമുക്ക് തന്ന സാധനത്തിനകത്ത് സെറ്റാക്കി തരും. ഓക്കെ, നമ്മൾ എന്താണോ പറയുന്നത് അതായിരിക്കും ഇവിടെ. അതിനുശേഷം ഇടാം റെൻഡർ. അതിങ്ങനെ റെൻഡർ ആയിക്കൊണ്ടേയിരിക്കും. നോക്ക്, എന്താണോ കൊടുത്തത് അതിന് അനുയോജ്യമായ രീതിയിൽ ഇതാണ് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്തത്, ഇതാണ് എനിക്ക് തന്ന സാധനം. കണ്ടോ, അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പം ഇതിനകത്ത് താഴെ എന്ത് ചെയ്യണം,
find the image and click the drag to the button twist. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് കൂടുതലും സൂം ചെയ്യാനും സൂം ചെയ്യാനും ഒക്കെ മറ്റുള്ളതിനെ പോലല്ലേ ഇതിനകത്ത് അങ്ങനെയൊക്കെ പറ്റും. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇതിനകത്ത് ആൾക്കാരെ ആഡ് ചെയ്യുക, ആഡ് പീപ്പിൾ നമുക്ക് നോക്കാം. പൈസ ഒരുപാട് ചോദിക്കുമോ എന്നൊക്കെ ചില സമയത്ത് ചോദിക്കാൻ സാധ്യത. അത് ക്രെഡിറ്റ് ചെയ്യണം. തൽക്കാലം നമുക്ക് ഇത്രയും ആഡ് ചെയ്യാം. ഇനി എന്തുവാ അടുത്ത എൻഹാൻസ് റിഫൈൻ ഇൻറ്റൻസൈറ്റ് പ്രോംപ്റ്റ് ഫുൾ സെലക്ട് ഏരിയ. കുറച്ച് ലോ ക്വാളിറ്റി ഏരിയ സാധനമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നോക്കാം എന്ത് പൈസ കൊടുക്കണോ വേണോ എന്നുള്ളത്. ഡേ ടു നൈറ്റ് കൊടുക്കാം. അപ്ഗ്രേഡ് ചെയ്യണം. ഒറ്റ ക്ലിക്ക് കൊണ്ട് സാധനം സെറ്റ് ആയാൽ. അപ്പൊ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെൻഡർ ഇമേജ് എടുക്കുക. കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് റെൻഡർ ആക്കിയേക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണോ റൈറ്റ് സൈഡിൽ ആ ഒരു ഇത് പ്രൊംപ്റ്റ് നമുക്ക് കൊടുത്തിരിക്കണം. അത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. അതായത് നമ്മളിത് 3D Max ഇമേജ് ആണ്. എന്താണോ ഞാൻ എക്സാക്റ്റ് ആയിട്ട് കൊടുത്തത് അതിനെയാണ് സെറ്റ് ആക്കി എനിക്ക് തന്നെ. എന്താണോ സാധനം നിങ്ങൾക്ക് നോക്കാം. അതായത് നമ്മുടെ 3D Max അതൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3D Max യൂസ് ചെയ്യുന്നത് പറയാം. അപ്പൊ അതിന് ചില സമയം നമ്മളെ ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ്സ് കാണും. നമ്മൾ എന്ത് ചെയ്യണം അറിയോ? അപ്പൊ ബ്ലാക്ക് ഷെയ്ഡ് വരാത്ത രീതിയിൽ നമ്മൾ സ്ക്രീൻഷോട്ട് ആക്കി എടുക്കണം. അപ്പൊ നമുക്കത് പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സാധനങ്ങളൊക്കെ ബ്ലാക്കോ അതൊന്നും വരാതെ നോർമൽ ആയിട്ടുള്ള വ്യൂസ് എടുക്കുക. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ സ്ക്രീൻഷോട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇത് സ്ക്രീൻഷോട്ട് ഞാൻ അങ്ങനെ എടുത്ത ഒരു സ്ക്രീൻഷോട്ട് ബ്ലാക്ക് ഇല്ലാതെ എടുത്ത സ്ക്രീൻഷോട്ടിൽ നിന്ന് എടുത്ത സെറ്റ് ആക്കി എടുത്ത സാധനമാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഡൗൺലോഡ് കൊടുക്കുക. ഡെസ്ക്ടോപ്പ് കൊടുക്കുക. ഓക്കെ, 1 2 3 4 5 6 അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. ഓക്കെ, നല്ല ഇടിവെട്ട് ക്വാളിറ്റി ഉണ്ട്. നല്ല ഇടിവെട്ട് ക്വാളിറ്റി കണ്ട. അപ്പം ഇത്രയും സൂപ്പർ ആയിട്ടുള്ള സാധനത്ത് നമുക്ക് കിട്ടും. ഇതിപ്പോ വേറെന്താ വേണ്ടേ? ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. പർച്ചേസ് ചെയ്യേണ്ടവർക്കൊക്കെ അത് പർച്ചേസ് ചെയ്യാം. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, സൈനിങ് ഓഫ് റോണി. ഓക്കെ, ഹാപ്പി ഡേ.